രമേശ് ശിവരാമൻ ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എംബാമിംഗ് പൂർത്തിയായി. മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഏതാനും മണിക്കൂറുകൾക്കകം കുവൈറ്റിൽ നിന്ന് യാത്ര തിരിക്കും. സംഭവത്തിൽ 3 പേർ റിമാൻഡിൽ എന്നാണ് കുവൈറ്റിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഒരു സ്വദേശിയും 2 പ്രവാസികളുമാണ് പിടിയിലായത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അരുൺ പാറാട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഇപ്പോൾ അരുൺ, ഈ വ്യോമസേന വിമാനം എപ്പോഴായിരിക്കും തിരിക്കുക? അവിടെ നിന്ന് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ റിമാൻഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഈ സംഭവത്തിൽ പിടിയിലായവരുടെ റിമാൻഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അരുൺ? ഉന്മേഷ്, കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. എംബാമിംഗ് നടപടികൾ ഫർവാനിയിലുള്ള ദജീജ് മോർച്ചറിയിൽ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. വൈകിട്ടോടുകൂടിയാണ് എംബാമിംഗ് ആരംഭിച്ചത്. മൃതദേഹങ്ങൾ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഡൽഹിയിൽ നിന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനമാണ് കുവൈറ്റിൽ എത്തിയത്. കുവൈറ്റ് സമയം രാത്രി 9 മണിക്കാണ് ഈ ഒരു പ്രത്യേക വിമാനം കുവൈറ്റിൽ എത്തിയത്. രാത്രി 12 മണിയോടുകൂടി മൃതദേഹങ്ങളുമായി വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെടും. 5 മണിക്കൂറാണ് കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാ സമയം. വിമാനം ഡൽഹിയിലായിരിക്കും ആദ്യം എത്തുക എന്നാണ് സൂചന. ഇവിടെ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുകയായിരിക്കും ചെയ്യുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും അതോടൊപ്പം തന്നെ ഇന്ത്യൻ അംബാസിഡറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് കുവൈറ്റിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള ഏകോപനം നടത്തുന്നത്. അതോടൊപ്പം KMCC ഉൾപ്പെടെയുള്ള സംഘടനകളും സജീവമായി രംഗത്തുണ്ട്. മന്ത്രി ഇന്ന് ഉച്ചയ്ക്കാണ് കുവൈറ്റിലെത്തിയത്. അദ്ദേഹം പരിക്കേറ്റ ഇന്ത്യക്കാരെ ചികിത്സിക്കുന്ന ആശുപത്രിയിലെത്തി അവരെ സന്ദർശിച്ചിരുന്നു. തുടർന്ന് വിദേശകാര്യ മന്ത്രിമാരുമായും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമായും മന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതേസമയം പരിക്കേറ്റവരിലുണ്ട്. അവരിൽ പലരും സുഖം പ്രാപിച്ചതായും ആശുപത്രി വിട്ടു എന്നുള്ള ആശ്വാസ വാർത്തകളും കുവൈറ്റിൽ നിന്ന് വരുന്നുണ്ട്. ഇന്നലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിച്ചിരുന്ന ഭൂരിഭാഗം ആളുകളെയും ഇന്നിപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനിടെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 3 ആളുകൾ റിമാൻഡിലായിട്ടുണ്ട് എന്ന ഒരു വാർത്തയും വരുന്നുണ്ട്. ഒരു സ്വദേശിയും 2 പ്രവാസികളുമാണ് പിടിയിലായത് എന്നാണ് കുവൈറ്റിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. തീപിടുത്ത സംഭവം അന്വേഷിക്കുന്നതിന് അഹമ്മദി, മുബാറക് അൽ കബീർ ഗവർണറേറ്റുകളിലെ പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘത്തെ നിയമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി വകുപ്പും പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിൽ 3 പേർ പിടിയിലായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിനിടെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപയും ആശ്രിതർക്ക് ജോലിയും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്ന് അപകടത്തിൽപ്പെട്ടവരുടെ കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുവൈറ്റ് അമീർ ഉൾപ്പെടെയുള്ളവരും മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉന്മേഷ്. ശരി, അരുൺ പാറാട്ടാണ് വിവരങ്ങൾ നൽകിയത്. വ്യോമസേന വിമാനം കുവൈറ്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് തിരിക്കും. ഡൽഹിയിൽ എത്തിയ ശേഷമായിരിക്കും വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുക. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ തുടക്കം. തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങി തുടങ്ങി. നാളെ ഉച്ചയ്ക്ക് മുൻപായി ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ തീർത്ഥാടകരും മിനായിലെത്തും. നാളെ മിനായിൽ താമസിക്കുന്നതോടെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമാകും. തീർത്ഥാടകർ ഇന്ന് തന്നെ തമ്പുകളുടെ നഗരമായ മിനായിലേക്ക് നീങ്ങി തുടങ്ങി. മിനായിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മക്കയിലെ ഹറം പള്ളിയിൽ നിർവഹിക്കുന്ന ഖുദൂമിന്റെ തവാഫും സായും നിർവഹിക്കുകയാണ് ഇപ്പോൾ പല തീർത്ഥാടകരും. ഹജ്ജ് സർവീസ് ഏജൻസി ഒരുക്കിയ ബസ്സുകളിലാണ് മക്കയിലെ താമസ സ്ഥലങ്ങളിൽ നിന്നും തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങുന്നത്. നാളെ ഉച്ചയ്ക്ക് മുമ്പായി ഇന്ത്യയിൽ നിന്നെത്തിയ എല്ലാ തീർത്ഥാടകരും മിനായിലെ തമ്പുകളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ഹജ്ജിന്റെ ഭാഗമായി തീർത്ഥാടകർ കൂടുതൽ സമയം ചെലവഴിക്കുന്ന മിനായിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ടെന്റുകളിലും കെട്ടിടങ്ങളിലുമായി ഹാജിമാർ താമസിക്കും. ശനിയാഴ്ച നടക്കുന്ന അറഫ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പായാണ് നാളെ മിനായിലെ താമസത്തെ കണക്കാക്കുന്നത്. നാളെ മറ്റു കർമ്മങ്ങളൊന്നും തീർത്ഥാടകർക്ക് നിർവഹിക്കാനില്ല. അറഫ സംഗമത്തിനായി മറ്റന്നാൾ പുലർച്ചെയോടെ തീർത്ഥാടകർ മിനായിൽ നിന്ന് യാത്ര തിരിക്കും. 20 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും 1.25 ലക്ഷം തീർത്ഥാടകർ എത്തിയിട്ടുണ്ട്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഹജ്ജ് കർമ്മത്തിന് കേരളത്തിൽ നിന്നെത്തിയ തീർത്ഥാടകർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി 24നോട് പറഞ്ഞു. മക്കയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹജ്ജ് കർമ്മങ്ങൾ നാളെ ആരംഭിക്കുകയാണ്. തീർത്ഥാടകരെല്ലാം ഇന്ന് രാത്രിയോടെ തന്നെ മീനായിലേക്ക് നീങ്ങി തുടങ്ങും. ഇന്ത്യയിൽ നിന്നും 1,75,000-ഓളം തീർത്ഥാടകരാണ് ഹജ്ജിന് എത്തിയിട്ടുള്ളത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി കേരളത്തിൽ നിന്നും എത്തിയിരിക്കുന്നത് 18,000-ലധികം തീർത്ഥാടകരാണ്. ഇവരുടെ സേവനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി തന്നെ മക്കയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്തൊക്കെ സേവനങ്ങളാണ് ഇതുവരെ എന്തായിരുന്നു ഹാജിമാരുടെ നീക്കങ്ങൾ? ഇനി എന്താണ് ഇന്ന് രാത്രി നാളേക്ക് നടക്കാൻ പോകുന്നത്? ഇന്ത്യയിൽ നിന്ന് 1.25 ലക്ഷം ഹാജിമാർ പരിശുദ്ധ മക്കയിലെത്തിയപ്പോൾ
18,200 പേർ കേരളത്തിൽ നിന്നാണ്. അതിൽ കൂടുതലുള്ളത് സ്ത്രീകളാണ്. ഹാജിമാർക്ക് വിശുദ്ധ മക്കയിലും മദീനയിലും സൗദി ഭരണകൂടം വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവരെ ഹജ്ജിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കേരളത്തിലെ ഹാജിമാർക്ക് വേണ്ടി പ്രത്യേകം സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി. ഇന്ന് പരിശുദ്ധ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ, ആ അറഫയിലേക്കുള്ള യാത്ര ഇന്ന് മിനയിലേക്ക് പുറപ്പെട്ട് മറ്റന്നാൾ ഇൻഷാ അള്ളാഹ് അവർ അറഫയിൽ എത്തുകയാണ്. അറഫയിൽ എത്തുന്നത് വരെ ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ തന്നെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. CGIയുടെ ഓഫീസിൽ ഇന്ന് പോവുകയും പ്രവർത്തനങ്ങൾ എവിടെ എത്തിയെന്ന് അന്വേഷിക്കുകയും ഹാജിമാർക്ക് വല്ല പ്രയാസവും ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ CGIയുടെ ഓഫീസിൽ ചെന്ന് സംസാരിക്കുകയും ചെയ്തു. അവിടെ ഡൽഹിയിൽ നിന്നുള്ള ഹജ്ജിൻ്റെ ഉദ്യോഗസ്ഥന്മാർ, കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ചവർ, സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ചവർ എല്ലാവരും ഓഫീസിൽ ഉണ്ടായിരുന്നു. ഒരു പ്രധാനമായ ഒരു ഇഷ്യൂ ഉള്ളത്, ഇത്തവണ ഹജ്ജിന് പോകുന്ന ആളുകൾ അവരുടെ കൈവശം നുസ്ക് എന്ന ആ രേഖ അനിവാര്യമായി കാണിക്കേണ്ട എല്ലാ സ്ഥലങ്ങളിലും ബന്ധപ്പെട്ട ആളുകൾ ചോദിക്കുമ്പോൾ അത് പ്രദർശിപ്പിക്കാൻ അവരോട് നിർദ്ദേശമുണ്ട്. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 45ആയി. ഇതിൽ 23 പേരും മലയാളികളാണ്. 9 പേർ ഗുരുതരാവസ്ഥയിൽ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കുവൈറ്റിലെ മംഗഫിലെ തൊഴിലാളി ക്യാമ്പിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത്. 45 ഇന്ത്യക്കാർ മരിച്ചു. 23 പേർ മലയാളികളെന്ന് സ്ഥിരീകരണം. തിരിച്ചറിയാനുള്ള 3 പേരിൽ 2 പേർ കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് സംശയിക്കുന്നതായി നോർക്ക CEO അജിത് കൊളാശ്ശേരി പറഞ്ഞു. 3 പേരെ തിരിച്ചറിയാനുണ്ടെന്നും അതിൽ 2 പേര് കേരളത്തിൽ നിന്നുള്ളവരാണെന്നും ആണ്. പരുക്കേറ്റ 9 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഫ്ളാറ്റിൽ തീ പടർന്നതെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കണ്ണൂർ ഇരിട്ടി സ്വദേശി നൌഫൽ 24നോട്. ഉറങ്ങുമായിരുന്നു. ഉറക്കത്തൊരു 4:30 മണിക്ക് പുലർച്ചക്ക് 4 മണിക്ക് അന്നപോലെ തന്നെ അന്നേരം പുകയാ വരുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല. കുവൈറ്റിൽ എത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മരിച്ച മലയാളികളുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം നൽകും. പരുക്കേറ്റവർക്ക് 1 ലക്ഷം രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. വ്യവസായികളായ MA യൂസഫ് അലി, രവി പിള്ള എന്നിവരും സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ ധനസഹായവും ആശ്രിതർക്ക് ജോലിയും നൽകുമെന്ന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ മാനേജ്മെന്റ് വ്യക്തമാക്കി. തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ന്യൂസ് ഡെസ്ക് 24. കുവൈറ്റ് മാംഗഫിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തം കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. കാസർഗോഡ്, മലപ്പുറം, തൃശൂർ, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള 9 പേർക്ക് ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. 2 പതിറ്റാണ്ടിലേറെ നീണ്ട പ്രവാസത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങാനുള്ള തൃക്കരിപ്പൂർ തെക്കുംപാട്ടെ കുഞ്ഞിക്കേളുവിന്റെ സ്വപ്നങ്ങൾ തീയിൽ എരിഞ്ഞമർന്നു. കഴിഞ്ഞ ഓണത്തിനാണ് കുഞ്ഞിക്കേളു അവസാനമായി നാട്ടിലെത്തിയത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു 15 വർഷത്തിന് മുകളിൽ തുടർച്ചയായിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കുമ്പോഴേ 95 കാലഘട്ടം 94 കാലഘട്ടത്തിൽ മുതലേ അദ്ദേഹം ഗൾഫിലായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു. പിന്നെ ഈ കുവൈത്തിലേക്ക് ഒരു 10-15 വർഷത്തിന് മുകളിലായി കുവൈത്തിൽ ഇതേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്നു. 10 വർഷത്തിലേറെയായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ചർക്കള സ്വദേശി രഞ്ജിത്ത് പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശത്തിനാണ് ഒടുവിൽ നാട്ടിലെത്തിയത്. അടുത്ത വരവിന് വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു വീട്ടുകാർ. 5 ദിവസം മുമ്പ് കുവൈറ്റിലെത്തിയ തൃശൂർ ചാവക്കാട് സ്വദേശി തെക്കൻ പാലയൂരിലെ ബിനോയ് തോമസിന്റെ മരണവും സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശികളായ MP ബാഹുലയന്റെയും KP നൂഹിന്റെയും വിയോഗ വാർത്ത നാടിനെ ഞെട്ടിച്ചു. തീപിടിച്ച കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നതിനിടെ പുക ശ്വസിച്ചാണ് KP നൂഹിന്റെ മരണം. 2 മണിക്ക് ശേഷമാണ് നമ്മൾ അറിയുന്നത്. അതുവരെ അന്വേഷിച്ചിട്ടൊരു വിവരം കിട്ടിയിട്ടില്ല. ആളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. പിന്നെ അവർ ഇങ്ങനെ കുറേ മോർച്ചൽ ഉണ്ടായിട്ട് മോർച്ചിൽ നിന്നാണ് വിവരം കിട്ടുന്നത്. അവിടെ പോയി നോക്കിയപ്പോഴാണ്, ഫോട്ടോ കൊടുത്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ളത്. ഇപ്പം വന്നിട്ട് ഒരു 4 മാസമായി വന്നു പോയതാണ്. കോട്ടയം ജില്ലക്കാരായ 3 പേരും അപകടത്തിൽ മരിച്ചു. പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം മാത്യു, ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപ്, പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ് എന്നിവരാണ് മരിച്ചത്. നാട്ടിലേക്ക് മടങ്ങാൻ 1 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് സ്റ്റെഫിന്റെ മരണം. തിരുവനന്തപുരം നെടുമങ്ങാട് വലിയമല സ്വദേശി അരുൺ ബാബുവിനും അപകടത്തിൽ ജീവൻ നഷ്ടമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം
ന്യൂസ് ഡെസ്ക് 24. കുവൈറ്റ് ദുരന്തത്തിൽ കണ്ണീരണിഞ്ഞ പ്രവാസലോകം. അപകടത്തിൽ മലയാളികൾ ഉൾപ്പെടെ 49 പേരാണ് മരിച്ചത്. മൃതദേഹം നാട്ടിലെത്തിക്കാനും പരിക്കേറ്റവർക്ക് സഹായം ഉറപ്പാക്കാനും വിവിധ സംഘടനകൾ രംഗത്തുണ്ട്. ആ 7 നില കെട്ടിടത്തിന് താഴെ നിന്ന് വന്ന ഒരു തീപ്പൊരി കവർന്നത് നിറയെ സ്വപ്നങ്ങളുമായി കടൽ കടന്നെത്തിയ ഒരു കൂട്ടം മനുഷ്യരെയാണ്, അവരുടെ സ്വപ്നങ്ങളെയാണ്. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതൊരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കാണെന്നറിയാതെ കണ്ണടച്ചവരാണിവർ. കുവൈറ്റിലെ മലയാളിയുടെ നേതൃത്വത്തിലുള്ള കമ്പനിയിലെ വിവിധ വകുപ്പുകളിൽ ജോലിയെടുക്കുന്നവർ. കുവൈറ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തത്തിൽ ഈ 49 ജീവനുകളെയാണ് തീ കവർന്നത്. ഇതിൽ 24 പേരാണ് മലയാളികൾ. പത്തനംതിട്ട സ്വദേശികളാണ് മരിച്ചവരിൽ കൂടുതൽ. വിവിധ ഫ്ളാറ്റുകളിലായി 195ഓളം ആളുകളായിരുന്നു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. ഉറങ്ങിക്കിടക്കുന്നവർക്ക് പുറത്തിറങ്ങാനോ ഓടി രക്ഷപ്പെടാനോ കഴിയുന്നതിന് മുൻപായിരുന്നു അപകടം. എംബാമിംഗ് കഴിഞ്ഞ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വ്യോമസേനയുടെ പ്രത്യേക വിമാനം ഇന്ന് അർദ്ധരാത്രി ഇവരുമായി നാട്ടിലേക്ക് പറക്കും. ഇന്ന് ഉച്ചയോടെ കുവൈറ്റിലെത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. അവസാനം സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ തിരികെ മടങ്ങുകയാണ്, ഒരു പ്രവാസിയും ആഗ്രഹിക്കാത്ത തരത്തിൽ. 24 കുവൈത്ത്. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 6 പേർക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. ഉറ്റവരുടെ അപ്രതീക്ഷിത വിയോഗം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷമത്തിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും. ഭാര്യയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസ്. 20 വർഷത്തിലധികമായി വിദേശത്ത്. കഴിഞ്ഞ ഡിസംബറിൽ സജു വീട്ടിലെത്തിയിരുന്നു. മൂത്ത മകൾ ബിരുദത്തിനും ഇളയ മകൾ +2-നും പഠിക്കുന്നു. സജുവിന്റെ ഭാര്യയും 2 പെൺമക്കളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സങ്കടത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും. പത്തനംതിട്ടക്കാർ തന്നെയാണ്, പിന്നെ കൂടുതലും മലയാളികളുള്ള കമ്പനിയാണ്. ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഇപ്പോൾ ഉള്ളത്. കാര്യം കൂടെ ജോലി ചെയ്ത ഒരു ഉറ്റ സുഹൃത്തുക്കളായ ആൾക്കാരാണ് ഇപ്പോൾ ഈ വേർപാട് നടന്നിട്ടുള്ളത്. അതുപോലെ കാസർഗോഡുള്ള രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഉറ്റ സുഹൃത്ത് തന്നെയാണ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഞെട്ടലിലും കാര്യങ്ങളിലുമാണ് ഇപ്പോൾ ഉള്ളത്. വിവാഹത്തിനായി ഓഗസ്റ്റിൽ നാട്ടിലെത്താനിരിക്കവെയാണ് പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരൻ നായരുടെ ആകസ്മിക വിയോഗം. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. സഹോദരി വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ താമസം. കുടുംബത്തിന്റെ ഏക ആശ്രയവും 32-കാരനായ ഈ ചെറുപ്പക്കാരൻ. 8 വർഷമായി ആകാശ് കുവൈറ്റിൽ ജോലി ചെയ്യുന്നു. 1.5 വർഷം മുമ്പാണ് അവസാനമായി നാട്ടിലെത്തിയത്. മന്ത്രി വീണ ജോർജ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ ആകാശിന്റെ വീട് സന്ദർശിച്ചു. ഈ ആളുകളെ തിരിച്ചറിയുന്നതിനും അതോടൊപ്പം അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ എളുപ്പമാക്കുന്നതിനും ഒക്കെയായി നോർക്കയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ കോൺടാക്ട് നമ്പറും അതോടൊപ്പം ഹെൽപ്പ് ഡെസ്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാഴമുട്ടം സ്വദേശി PV മുരളീധരന്റെ മരണം എങ്ങനെ ഭാര്യയെ മക്കളെയും അറിയിക്കുമെന്ന വിഷമത്തിലാണ് ബന്ധുക്കൾ. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എപ്പോഴും വിളിക്കുന്നതാണ്. ഇന്നലത്തെ ദിവസം വിളിയില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് നോക്കുമ്പോഴെല്ലാം ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും റിങ് ചെയ്യുന്നുണ്ട്. തിരിച്ച് പോകുന്നില്ല എന്നുള്ളൊരിതിൽ വന്ന് അത് കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരുന്ന വർക്കിന്റെ കുറച്ചെന്തോ തീരാനുണ്ട്. അവിടുന്ന് പിന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 22 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു മുരളീധരൻ. ഒരു മകനും മകളുമാണ് മുരളീധരനുള്ളത്. അച്ഛന്റെ മരണവിവരം അറിഞ്ഞ് പഞ്ചാബിൽ പഠിക്കുന്ന മകൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. തിരുവല്ല മേപ്രാൽ സ്വദേശി 37 വയസ്സുള്ള തോമസ് ഉമ്മനും കുവൈറ്റിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായി. നിരണം സ്വദേശി മാത്യു തോമസും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ചെങ്ങന്നൂർ പാണ്ടനാടാണ് മാത്യു തോമസ് ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത്. കോഴഞ്ചേരി കീഴ്വായ്പൂർ സ്വദേശി 32 വയസ്സുള്ള സിബിൻ ടി എബ്രഹാമും മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. 24 പത്തനംതിട്ട. പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് പുനഃപരീക്ഷ. 1563 വിദ്യാർത്ഥികൾക്കും വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുമെന്ന് NTA സുപ്രീം കോടതി അറിയിച്ചു. ഈ മാസം 23-നാകും പരീക്ഷ. പരീക്ഷയിൽ അട്ടിമറികൾ നടന്നിട്ടില്ല എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ഹരിയാനയിലെ 6 കേന്ദ്രങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്ക് അധിക മാർക്ക് നൽകിയതിനെ തുടർന്ന് 1-ാം റാങ്ക് ലഭിച്ചതാണ് വിവാദത്തിന് കാരണമായത്. സുപ്രീം കോടതിയിലെ ഹർജിയിൽ NTA സമിതി നൽകിയ റിപ്പോർട്ടിലാണ് അധിക മാർക്ക് ലഭിച്ചവർക്ക് വീണ്ടും പരീക്ഷ നടത്താമെന്ന് നിർദ്ദേശിച്ചത്. പുനഃപരീക്ഷ എഴുതിയില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഒഴികെയുള്ള മാർക്ക് ആ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുമെന്നും NTA കോടതിയെ അറിയിച്ചു. ഈ റിപ്പോർട്ടാണ് സുപ്രീം കോടതി അംഗീകരിച്ചത്. കൗൺസിലിംഗ് തടയാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി NTA യോട് വിശദീകരണവും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഇതോടെ 1563 ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ മാസം 23-ന് പുനഃപരീക്ഷ നടക്കുക. പരീക്ഷാഫലം 30-ന് തന്നെ പ്രഖ്യാപിക്കും. പുനഃപരീക്ഷയ്ക്കായി വിജ്ഞാപനം ഇന്നിറക്കും. പരീക്ഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. नीट, जेई और सीयूईटी इतने बड़े देश में जब 13 लैंग्वेज में एग्जामिनेशन होगा, विश्व के कई देशों में एग्जामिनेशन सेंटर होगी, कई प्रकार के स्टूडेंट्स उसमें पार्टिसिपेट करते हैं. जो घटना हमारे सामने आई, निश्चित रूप में दोषियों को उसमें दंड दिया जाएगा. लेकिन मैं विद्यार्थियों को मुख्यतः और अभिभावकों को आश्वस्त करना चाहूंगा. ഈ വർഷത്തെ പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് ബേത്തയും അടങ്ങുന്ന അവധിക്കാല ബെഞ്ചിന്റെ ഇടപെടൽ. 24 ഡൽഹി. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ പ്രതിഷേധവുമായി SFI കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നടത്തിയ മാർച്ചിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും സംഘർഷമുണ്ടായി. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് SFI പ്രതിഷേധം. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകൾ മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ മറികടന്ന് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. SFI ജില്ലാ പ്രസിഡന്റ് T താജുദ്ദീന് തലയ്ക്ക് അടിയേറ്റു. തിരുവനന്തപുരത്ത് AG's ഓഫീസ് മാർച്ചിന് നേരെയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എറണാകുളത്ത് BSNL ഓഫീസിലേക്കായിരുന്നു മാർച്ച്. 24 കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംഘടനാ രംഗത്ത് തിരുത്തൽ വേണമെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. സാധാരണക്കാരുടെ വിഷയങ്ങളിൽ സർക്കാരിന് ഗൗരവമായി ഇടപെടാൻ കഴിയണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവി സർക്കാരിന്റെ വീഴ്ചകളുടെ പ്രതിഫലനമെന്ന പ്രതിപക്ഷ ആക്ഷേപങ്ങൾക്കിടെയാണ് ഇടതു നേതാക്കളുടെ പ്രതികരണം. ദുർബല ജനവിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാൻ സാധിച്ചില്ലെന്നും ഇതിനൊപ്പം സംഘടനാപരമായ പ്രശ്നങ്ങൾ കൂടി വോട്ടിനെ സ്വാധീനിച്ചെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആത്മവിമർശനം. സ്വാഭാവികമായിട്ടും ഇപ്രാവശ്യത്തെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാരം കൃത്യമായിട്ട് മനസ്സിലാക്കി പാർട്ടിയും പ്രസ്ഥാനങ്ങളും ആകെ കൃത്യതയോടുകൂടി തിരുത്തൽ പ്രക്രിയയിലൂടെ മുന്നോട്ടേക്ക് വന്നാൽ ഒരു സംശയവും വേണ്ട, വരാൻ പോകുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് വളർന്നു വരാൻ പോകുന്നത്. 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്യുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. The Kerala Secretariat and the State Committee is meeting from the 16th of this month. They will make their review. On that basis, the Central Committee will also discuss this issue when it's meeting from the 28th of this month. So only after that we'll be able to come to an assessment. കേരളത്തിലെ CPMന്റെ തോൽവിയിൽ കടുത്ത നിരാശയുണ്ടെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. We are disappointed with the results in Kerala and I'm sure that we will undertake a self-critical assessment to understand what were the shortcomings and defects and take steps to overcome them. സർക്കാർ മുൻഗണനാക്രമം പരിശോധിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പരോക്ഷ വിമർശനം. ഞങ്ങൾ നിലവിളിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ കരയില്ല, പക്ഷെ ഞങ്ങൾ നിറഞ്ഞ നീതിപഥത്തോടുകൂടെ തന്നെ ഇതിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കും. അത് CPI പഠിക്കും, CPM പഠിക്കും, LDF ഓരോ കക്ഷിയും പഠിക്കും. ഞങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ തിരുത്തലും വരുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പരാജയം നിയമസഭയിലെ ചർച്ചകളിൽ പ്രതിപക്ഷം കാര്യമായി ഉയർത്തുന്നുണ്ട്. ഇടതുമുന്നണിക്ക് വോട്ട് ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന ന്യായം നിരത്തിയാണ് സർക്കാർ തോൽവിയെ പ്രതിരോധിക്കുന്നത്. 24 തിരുവനന്തപുരം. ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിൽ 5.5 പതിറ്റാണ്ട് നീണ്ട LDF ഭരണത്തിന് അന്ത്യം. CPIM പിന്തുണയോടെ UDF അധികാരത്തിലെത്തി. പ്രസിഡന്റായി കോൺഗ്രസ് പഞ്ചായത്ത് അംഗം R രാജുമോനെ തെരഞ്ഞെടുത്തു. വിപ്പ് ലംഘിച്ചാണ് CPIM അംഗങ്ങൾ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. രാമങ്കരിയിൽ അവിശുദ്ധ കൂട്ടുകെട്ട് നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് CPIM വിമതപക്ഷം ആരോപിച്ചു.
സിപിഐഎം വിമത നേതാവ് ആർ രാജേന്ദ്രകുമാറിനെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് നീക്കാനായിരുന്നു കോൺഗ്രസുമായി ചേർന്ന് സിപിഐഎം ഔദ്യോഗിക പക്ഷം പഞ്ചായത്തിൽ അവിശ്വാസം കൊണ്ടുവന്നത്. അവിശ്വാസത്തിലൂടെ സിപിഐഎം അംഗങ്ങളായ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, 2 സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവരെ പുറത്താക്കി. കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന ധാരണയിലായിരുന്നു നീക്കം. തെരഞ്ഞെടുപ്പിൽ സിപിഐഎം അംഗങ്ങൾ ആ വാക്കുപാലിച്ചു. ആകെയുള്ള 12 പഞ്ചായത്ത് അംഗങ്ങളിൽ ഔദ്യോഗിക പക്ഷത്തെ 4 സിപിഐഎം അംഗങ്ങളും 4 UDF അംഗങ്ങളും പിന്തുണച്ചതോടെ കോൺഗ്രസ് അംഗം രാജുമോൻ പഞ്ചായത്ത് പ്രസിഡന്റായി. സിപിഐഎം അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തതിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി മറുപടി പറയണമെന്ന് തോറ്റ LDF സ്ഥാനാർത്ഥി സജീവ് ഉദുംതറ. രാമങ്കരിയിലെ ഇടതുപക്ഷ വിശ്വാസികൾക്ക് കോട്ടം തട്ടാതെ ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇടതുപക്ഷം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ മത്സരിക്കുകയുണ്ടായി. വളരെ വീറോട് തന്നെ മത്സരിച്ചത്. ഞങ്ങൾ ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്ത് ജനപ്രതിനിധികളാക്കി തിരഞ്ഞെടുത്ത ആളുകളെ ഒരിക്കലും വഞ്ചിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. രാമങ്കരിയിലെ ശരിയായ ഇടതുപക്ഷം ഞങ്ങൾ തന്നെയാണെന്ന് അഭിമാനത്തോടെ പറയുകയാണ്. ചിഹ്നത്തിൽ മത്സരിച്ച 8 പേർക്കും വിപ്പ് കൊടുത്തിരുന്നുവെന്നും വിപ്പ് ലംഘിച്ചവർക്കെതിരെ ശക്തമായി നടപടി ഉണ്ടാകുമെന്നും രാമങ്കരി ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സലിംകുമാർ. 4 പേരുടെ വിമതരെന്ന് പറയപ്പെടുന്ന 4 പേരിൽ ഒരാൾ മത്സരിക്കാൻ തയ്യാറായപ്പോഴായിരിക്കും ഒരു പക്ഷേ മറ്റുള്ളവർ മാറി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല യാതൊരു തവണ പാർട്ടിക്ക് യാതൊരു പാർട്ടി കർശനമായ വിപ്പ് കൊടുത്തതാണ്. ആ വിപ്പ് ലംഘിച്ചവർക്കെതിരെ കൃത്യമായ നടപടി പാർട്ടി നിന്നുണ്ടാകും. 4 നൂറ്റാണ്ടിലധികമായി സിപിഐഎം ഭരിച്ചിരുന്ന രാമങ്കരി പഞ്ചായത്താണ് ഒടുവിൽ വിമതപക്ഷത്തെ പുറത്താക്കാനായി സിപിഐഎമ്മിന് കോൺഗ്രസിന് നൽകേണ്ടി വന്നത്. കുട്ടനാട്ടിലെ വിമത നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആർ രാജേന്ദ്രകുമാർ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടതോടെ സിപിഐയിൽ ചേർന്നിരുന്നു. പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിൽ കുട്ടനാട്ടിൽ 200-ലധികം പാർട്ടി അംഗങ്ങളാണ് സിപിഐഎം വിട്ട് സിപിഐയിൽ ചേർന്നത്. കൂടുമാറ്റത്തിന് പിന്നിൽ വിമത നേതാവ് ആർ രാജേന്ദ്രകുമാർ ആണെന്നതാണ് നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. 24 ആലപ്പുഴ. വോട്ടെണ്ണൽ ദിനം കൂടുതൽ മലയാളി പ്രേക്ഷകർ കണ്ടത് 24. ടെലിവിഷൻ പ്രേക്ഷക പട്ടിക തയ്യാറാക്കുന്ന ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിലിന്റെ ഡേറ്റ പ്രകാരം വോട്ടെണ്ണൽ ദിനമായ ജൂൺ 4-ന് 24ന്റെ പടയോട്ടമായിരുന്നു. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂടിക്കിടക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഫ്ലോറിലേക്ക് എൻ്റർ ആവാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, അടുത്ത 5 കൊല്ലം ആര് ഇന്ത്യ ഭരിക്കും എന്ന് തീരുമാനിക്കാൻ പോകുന്ന നിർണായക ദിവസമാണെന്ന്. ഈ വോട്ടെണ്ണൽ ദിനത്തിൽ മുഴുവൻ പ്രേക്ഷകരുടെയും പിൻബലത്തോടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. വോട്ടെണ്ണൽ തുടങ്ങും മുൻപേ രാവിലെ 5-ന് പ്രേക്ഷകരുടെ എണ്ണത്തിൽ 24 ആധികാരിക മുന്നേറ്റം തുടങ്ങി. നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല കടുത്ത ഭാഷയിൽ എഴുതി തുടങ്ങി. സന്തോഷ് കുമാർ പറയാണ്, രാവിലെ മുതൽ ഫലം അറിഞ്ഞു തുടങ്ങും, ഉച്ചയോടെ ഫലം പൂർത്തിയാകും, നാളെ മുതൽ അതിന്റെ ഫലം അനുഭവിച്ചു തുടങ്ങും. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ സ്ഥാനാർത്ഥികളുടെ ലീഡിനൊപ്പം 24ന്റെ ലീഡും ഉയർന്നു. പ്രേക്ഷക പ്രീതിയിൽ 24 മുന്നിൽ. ഇപ്പൊ തന്നെ 5,30,000 ആളുകൾ യൂട്യൂബിൽ നമ്മുടെ 24 കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്ദി വരേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥികൾ മുന്നിലും പിന്നിലും ആകുമ്പോഴൊക്കെ ആദ്യം അറിയിച്ചത് 24. വോട്ടെണ്ണൽ ദിനത്തിൽ ഉടനീളം 24 പ്രേക്ഷകരുടെ എണ്ണത്തിൽ മുന്നിലായിരുന്നു. ജൂൺ 4-ലെ ബാർ റോൾ ഡേറ്റ ആഴ്ച 23-ലെ ഡേറ്റ വിവരം വന്നപ്പോൾ തകർപ്പൻ ഭൂരിപക്ഷവുമായി 24 ആധികാരിക ജയം ആവർത്തിച്ചു. 24 ദി ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന് അടിവരയിട്ട പ്രേക്ഷക പിന്തുണ. 24-നൊപ്പം നിന്ന പ്രിയ പ്രേക്ഷകർക്ക് നന്ദി. അതെ, ഇലക്ഷൻ ഈസ് ഈക്വൽ ടു 24. ന്യൂസ് ഡെസ്ക് 24. പ്രവാസി മലയാളി ഫോറത്തിന്റെ മാധ്യമ പുരസ്കാരം മന്ത്രി സജി ചെറിയാനിൽ നിന്ന് 24 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയാൻ ഏറ്റുവാങ്ങി. 24 സംപ്രേഷണം ചെയ്യുന്ന അമേരിക്കൻ ഡയലോഗിനാണ് മികച്ച പ്രവാസികാര്യ പരിപാടിക്കുള്ള പുരസ്കാരം. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നടന്ന പ്രവാസി നേതൃസംഗമവും മാധ്യമ പുരസ്കാര വിതരണവും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ജമ്മുകശ്മീരിൽ ഭീകരർക്കായി തെരച്ചിൽ ശക്തമാക്കി സുരക്ഷാസേന. ടോഡ ജില്ലയിൽ ആക്രമണം നടത്തിയ 4 ഭീകരരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടു. ജമ്മുകശ്മീരിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 4 ഭീകരാക്രമണമാണ് നടന്നത്. ഡോഡ ജില്ലയിലെ ബലീസ ഗ്രാമത്തിൽ പോലീസ് എയർപോസ്റ്റിന് നേരെയായിരുന്നു ഒടുവിലത്തെ ഭീകരരുടെ ആക്രമണം. 1 ജവാന് പരിക്കുണ്ട്. ഭീകരാക്രമണമുണ്ടായ റിയാസി ഖൊത്ത, ധോഡയിലെ ചാറ്റർഗല്ല, ഭാദേർവ എന്നിവിടങ്ങളിൽ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഒരുക്കിയാണ് സേനാ പോലീസ് സംയുക്ത ഓപ്പറേഷൻ. ആക്രമണത്തിന് പിന്നാലെ പ്രദേശങ്ങൾ പൂർണ്ണമായി വളഞ്ഞതിനാൽ ഭീകരർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. ധോഡ ജില്ലയിൽ ആക്രമണം നടത്തിയ 4 ഭീകരരുടെ രേഖാചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ വീതം പാരിതോഷികവും പ്രഖ്യാപിച്ചു. റിയാസിലെ ഭീകരാക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. 24 ഡൽഹി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു.